വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരും പിള്ളയും കൂടി വരുമ്പോൾ കാന്താരി പെണ്ണ് വന്ന് നിൽപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നൂറിനെ കണ്ടുകൊണ്ട് കയറി വരുന്നത്. അന്നേരം രണ്ടുപേരും കൂടി നടക്കാൻ പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എത്ര നേരം എന്ന് വെച്ചാൽ മോളെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഇയാളുടെ കൂടെ നടക്കാൻ പോയാൽ ഇയാളുടെ കുറച്ച് പുളുവടിയും കേൾക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം രണ്ടുപേരും നല്ല കൂട്ട എന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി വന്നിട്ട് വീട്ടിൽ തിരക്ക്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ സ്കൂട്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയാണ്, പക്ഷേ പിന്നെ അതിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പാപ്പയും ഉമ്മയെ സങ്കടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ട് അത് അതിൻ്റെ സന്തോഷം വേണ്ടാന്ന് വയ്ക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരും പിള്ള ഇങ്ങനെ മാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് പോയത്, ആ കല്യാണം അങ്ങ് മാറിപ്പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതായത് ആ കുട്ടിക്ക് പഠിക്കണമെന്ന ആഗ്രഹത്തോട് സത്യഭാമയാണെങ്കിൽ അവിടെ യോജിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രാഘവൻ നായർ അന്തം വിട്ടിങ്ങനെ ഭാമയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശാലിനി ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. കാറിൽ നിന്നും ഇങ്ങനെ ശാലിനി ഇറങ്ങുമ്പോൾ പതുക്കെ ഇറങ്ങുന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. പിന്നെ അനുപല്ലവിയാണെങ്കിൽ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. രാമേട്ടൻ്റെ അവരെ വണ്ടിയിൽ തന്നെയാണ് വരുന്നതൊക്കെ. അന്നേരം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു ക്ഷീണമേ ഉള്ളൂ, ഞാനിപ്പോൾ ഓക്കെ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇനി നാളെ തന്നെ ലീവ് മതിയാക്കി ജോലിക്കൊന്നും പോകാൻ നിൽക്കേണ്ട, 1-2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരമാണെങ്കിൽ അനുപല്ലവി പറയുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്യാം, പിന്നീട് മാഡത്തിന് വീട്ടിലിരുന്നാലും നോക്കാമല്ലോ. അന്നേരം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. ഈ സമയത്ത് അകത്ത് നിന്നും പപ്പിയും സത്യയും കൂടി ഇവർ വരുന്നത് കണ്ടിട്ടുണ്ട്. ശാന്തയും കാണുകയാണ്. അന്നേരം അമ്മയെന്നും പറഞ്ഞ് സത്യയും ചേച്ചിയമ്മയെന്നും പറഞ്ഞ് പപ്പിയും കൂടി ഓടി വരികയാണ്. എന്നിട്ട് ചേച്ചിയമ്മയെ ഞങ്ങൾ പിടിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് ഇവിടം വരെ എൻ്റെ മോളെ എനിക്ക് കൊണ്ടുവരാനൊക്കുമെങ്കിൽ അകത്തേക്കും കൊണ്ടുപോകാൻ അറിയാം, വലിയ സഹായക്കാർ വന്നിരിക്കുന്നു എന്നിങ്ങനെ തമാശയ്ക്ക് പറയുമ്പോൾ കുട്ടികളുടെ മുഖം ഇങ്ങനെ വിഷമിക്കുകയാണ്. എന്നാലും ഞങ്ങൾ പിടിക്കാൻ ചേച്ചിയമ്മയെന്ന് പറഞ്ഞിട്ട് പപ്പി പിടിക്കുന്നുണ്ട്. ബാമ്മയെന്നും പറഞ്ഞ് സത്യയും പിടിച്ച് രണ്ടുപേരും കൂടി രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ അകത്തേക്ക് കയറിയ കസേരയിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ബാഗൊക്കെയും കൊടുത്തിട്ട് അനുപല്ലേ പറയും എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുക. തുടർന്ന് രാമേട്ടനെയും കൂട്ടിക്കൊണ്ട് അനുപല്ലേ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ബാഗൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും ശാന്തയും കൂടി അകത്തേക്കും പോകുന്നുണ്ട്. അന്നേരം ഇനി മക്കളുടെ വിശേഷങ്ങൾ പറ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ പപ്പി പറയുകയാണ് ഞങ്ങൾക്ക് എന്ത് വിശേഷമാണ്, ഇവിടെ അമ്മയോടാണെങ്കിൽ എന്ത് ചോദിച്ചാലും ദേഷ്യമാണ് എന്ന് പറയുകയാണ്. അന്നേരം സത്യയും പറയുന്നുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കത്തുമില്ല, ഞങ്ങൾക്കാണെങ്കിൽ എടുത്ത് തരത്തുമില്ല, ഞങ്ങളാണെങ്കിൽ ഒറ്റയ്ക്കാണ് ചോറൊക്കെ ഇട്ട് കഴിക്കുക, അമ്മ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. ഒരു ദിവസമാണെങ്കിൽ ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ശാരദാമ്മ വിളിച്ചു പറഞ്ഞ ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നിങ്ങനെ കുട്ടികൾ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ ശാലിനിക്ക് വിഷമം വരുന്നുണ്ട്. പക്ഷേ ശാലിനി അത് പുറത്ത് കാണിക്കാതെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലോ, പിന്നെ എന്താ ശ്യാമ ഇങ്ങനെ ചെയ്യുന്നത്, ചോദിച്ചിട്ട് തന്നെ കാര്യം, എടി ശ്യാമ ഇങ്ങോട്ട് വാടി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ വരുന്നതൊന്നുമില്ല, എന്നാലും ഞാൻ അകത്ത് പോയി ചോദിക്കാം എന്ന് പറയുകയാണ്. അന്നേരം ചേച്ചിയമ്മയെന്ന് ഇങ്ങനെ പപ്പി വിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൂടി വഴക്ക് കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം സത്യം പറയുന്നുണ്ട് പിന്നെ ശ്യാമാൻ്റെ തല്ലുകയൊന്നും ചെയ്യില്ലേ, അന്നേരം ഇല്ല തല്ലില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിയും അകത്തേക്ക് പോവുകയാണ്. അന്നേരം പപ്പിയുടെ മുഖം സങ്കടമാവുകയാണ്. പപ്പി പറയുകയാണ് പറഞ്ഞത് അബദ്ധമായോ സത്യമെന്ന്. അന്നേരം അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഇനി നമ്മളെ വഴക്ക് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ അവിടെ കട്ടിലിരിക്കുകയാണ്. ശാലിനിയെ കണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എന്താ മോളെ കാണിക്കുന്നത്, മുള്ളിലെ വിഷമങ്ങൾ കുഞ്ഞുങ്ങളോട് എന്തിനാ കാണിക്കുന്നത്, അവർക്ക് എന്തറിയാം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ കട്ടിലേക്ക് പതിയൊക്കെയാണ് ഇരിക്കുന്നത്. ശ്യാമ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് മനസ്സ് കൈവിട്ട് പോകരുത്, കൈവിട്ട് പോയാൽ പിന്നെ നമ്മൾ വിഷമങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവമുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കിക്കേ, മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്, പക്ഷെ ഞാൻ തളർന്നില്ലല്ലോ, കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവൻ അടിയറ വയ്ക്കൂ ഞാനെന്നൊരു ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നീയും സങ്കടങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം. ചീത്ത കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ച് രോഹിത്ത് നിൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഇനി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, ദൈവം എന്തായാലും ഉണ്ട്, ശത്രുക്കൾക്ക് ഇനി വിഷമങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്ക്, മനസ്സ് തളരരുത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ഒരുപാട് പിന്നെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. അന്നേരം ശ്യാമ ഇങ്ങനെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ തളരരുതെന്നും പറഞ്ഞ് കുറേ ആശ്വാസ വാക്കുകളൊക്കെ ശാലിനി പറയുമ്പോൾ നിനക്ക് മനസ്സിലായോ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിഷമമൊന്നും കാണിക്കേണ്ട, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുക തന്നെ വേണം എന്നിങ്ങനെ അതിന് തെളിവ് ഞാൻ തന്നെയാണ്, ഞാൻ നിൻ്റെ ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്ന ശ്യാമയാണെങ്കിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്.
തുടർന്ന് രാത്രി സമയമാണ്. അന്നേരം ഈ കുട്ടികളാണെങ്കിൽ ഉമ്മറത്തിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുമ്പോൾ ശാരദാമ്മ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് വിളിക്കുകയാണ്, വന്നേ സത്യയും പപ്പിയും വന്നേ ഭക്ഷണം കഴിക്കാം, എനിക്കിത് കഴിഞ്ഞ് ഒരുപാട് ജോലിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേ വരുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും ചെല്ലുന്നുണ്ട്. അന്നേരം വിളമ്പി കഴിഞ്ഞോ ചോദിക്കുകയാണ്. അന്നേരം അതിനൊക്കെ എത്ര സമയം വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുഴുവനും കഴിക്കണമെന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിള്ള വന്നിട്ട് ആരും ഇല്ലേ എവിടെയെന്ന് ചോദിക്കുകയാണ്, ഉമ്മറത്ത് വന്ന് നിന്നിട്ട്. അന്നേരം ആ വരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്, രണ്ടുപേരും മുഴുവനും കഴിക്കണം, ഞാൻ ആരാണെന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പിള്ളച്ചേട്ടനോ കയറി ഇരിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ തിണ്ണയിൽ ഇരിക്കുന്നുണ്ട്. തുടർന്ന് എന്താ ഈ രാത്രിയിൽ പിന്നെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ സമയത്തോ ഇനി വീട്ടിൽ പോയി കുറച്ച് കഞ്ഞി കുടിക്കണം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അല്ല ഈ രാത്രി എന്താ വന്നത്, പുതിയ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ അവിടെ സത്യാമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വന്നാലും നാവ് തൊടാതെ അങ്ങോട്ട് വിഴുങ്ങണം, അല്ല അതിനിപ്പോൾ എന്ത് ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ സത്യാമ്മയുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല, അവരിപ്പോഴും ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം അതില്ലെങ്കിൽ അവരില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി ഒന്ന് ഒതുങ്ങിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പിള്ള പറയുകയാണ്. അന്നേരം രാഘവേട്ടനവും ചോദിക്കുമ്പോൾ അയ്യോ സാറ് പാവമാണ്, ഏതൊരവസ്ഥയിലും സങ്കടം ഇങ്ങനെ അടക്കി കടിച്ചമർത്തിയിരിക്കുകയാണ്, ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം, നമ്മളാരെങ്കിലും ചെല്ലുമ്പോൾ അത് കണ്ണീര് തുടച്ചിട്ട് നമ്മളോട് ചിരി വരുത്താനുള്ള ശ്രമമാണ്, അത് കാണുമ്പോഴാണ് കൂടുതൽ സങ്കടം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവരുടെ ഈ സംസാരമൊക്കെ ശാലിനി ആണെങ്കിൽ അവിടെ ജനലിൻ്റെ അപ്പുറത്തുനിന്ന് കേട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. തുടർന്ന് കുട്ടികളൊക്കെ കിടന്നൊന്നൊക്കെ പിള്ള ചോദിക്കുമ്പോൾ ഇല്ല ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആണ് പിള്ള പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടും ജീവിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗം നോക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവിടെ വിഷ്ണു ഇല്ലേ, വിഷ്ണു കാര്യങ്ങളൊക്കെ നോക്കില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് സത്യാമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുമ്പാണെങ്കിൽ സത്യാമ്മ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നിരുന്നത്, പക്ഷേ ഒന്നായിരുന്നെങ്കിൽ പറമ്പിലെ ആദായം മാത്രം മതിയായിരുന്നു, ഇപ്പോൾ പറമ്പും ഇല്ല പാടവും ഇല്ലല്ലോ. പക്ഷേ ഇവിടെയും പക്ഷേ ചെറിയ രീതിയിൽ എന്തെങ്കിലും തുടങ്ങിയാലും ഒരു വരുമാന മാർഗമാകുമല്ലോ എന്ന് പിള്ള പറയുമ്പോൾ ശാരദാമ്മയെ ശരിവെക്കുന്നുണ്ട്. അത് നല്ലതാണ്, ചെറിയ രീതി തുടങ്ങിയാൽ മതി, വീട്ടിൽ എന്തായാലും കാശൊഴിയില്ല, അതൊരു നല്ലതാണെന്ന് പറയുമ്പോൾ പിന്നെ പിള്ള പറയുന്നുണ്ട് അങ്ങനെ ഒരു തുടങ്ങാനായിട്ട് ഞാനും സത്യാമ്മയും കൂടി ബ്ലോക്ക് ഓഫീസറെ പോയി കണ്ടിരുന്നു, പക്ഷേ അവിടെയാണ് ചെറിയൊരു പ്രശ്നം, ലോണൊക്കെ ഉണ്ട്, പക്ഷേ അത് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുകയാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ അയാൾ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ പറഞ്ഞൊപ്പിക്കുന്നതാണ്, സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ രാത്രിയിൽ വന്നത്. പിന്നെ ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ ആ ലോൺ സത്യാമ്മയ്ക്ക് കിട്ടും, എങ്കിൽ ഈ അവസ്ഥയിൽ അതൊരു വരുമാന മാർഗം, അതൊരു വലിയ ഉപകാരമായിരിക്കും, അത്രയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അനുവദിച്ചതാണെന്ന് പറയുമ്പോൾ സത്യാമ്മ അത് സ്വീകരിക്കുമോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് സത്യാമ്മ അറിയണ്ട, ഞാനിവിടെ വന്ന് പറഞ്ഞതും അത് ലോൺ ശാരദാമ്മയ്ക്കുള്ളതാണെന്നും പറയണ്ട, പറഞ്ഞാലത്തെ കാര്യം അറിയാമല്ലോ, ഈ ഒരു അവസ്ഥയിൽ ശാരദാമ്മ മനസ്സ് വെച്ചാൽ ശാരദാമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. അന്നേരം ശാലിനി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ശാരദാമ്മ ആലോചിച്ചിട്ടൊരു തീരുമാനം പറയണം, അതും പെട്ടെന്ന് വേണം, എങ്കിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്, കൂടുതൽ രാത്രിയായാലും നമ്മുടെ ഏരിയയിൽ പട്ടിശല്യമൊക്കെ ഉണ്ട്, വടിയെടുത്തുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവറ്റകളൊക്കെ വന്ന് പൊതിയും എന്ന് പറഞ്ഞിട്ട് പിള്ള ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ടും പറയുകയാണ് ശാരദാമ്മ ഒന്ന് ആലോചിച്ചിട്ട് വേഗം എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞിട്ടാണ് വീണ്ടും പിള്ള പോകുന്നതൊക്കെ. അതിനുശേഷം ശാരദാമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ്. അന്നേരം നേരിട്ടൊരു സഹായവും അവർ സ്വീകരിക്കില്ല മോളെ, പിന്നെ ഇങ്ങനെ എങ്ങാനും ചെയ്തു കൊടുക്കുക, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ശാലിനിക്ക് അതൊരു സങ്കടമാകുന്നുണ്ട്. അത്രയും പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് പിള്ള വന്ന് ശാരദാമ്മയുടെ ആ ഒരു സഹായം ചോദിച്ചാൽ അവർക്ക് വിഷമാവുന്നുണ്ട്, ഏറെ വിഷമമാണ്. തുടർന്ന് ശാരദാമ്മ അവിടെ ആ സോപാനത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. ശാലിനിയും വിഷമിച്ച് അകത്തേക്ക് പോവുകയാണ്. ശാരദാമ്മ പിന്നീടും ആലോചിക്കുന്നത് പിള്ള വന്ന് പറഞ്ഞതാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ശാരദാമ്മ മനസ്സ് വെച്ചാൽ സത്യാമ്മയ്ക്ക് അതൊരു സഹായമാകും. ശാരദാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് സത്യാമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ശാലിനി ഇങ്ങനെ ആലോചിച്ച് അവർ രണ്ടുപേരും വിഷമിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്നാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ ബൈക്കിലെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ഉമ്മറത്ത് നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു വണ്ടിയൊക്കെ നിർത്തി അകത്തങ്ങ് ഭാമയെ നോക്കാതെ കയറി പോയിട്ട് തുടങ്ങുമ്പോൾ നിൽക്കിയെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തടഞ്ഞു നിർത്തുകയാണ്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ഒരു ചോദ്യം, അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ജോലിക്ക് പോയിരുന്നു എന്ന് പറയുമ്പോൾ രാഘവൻ നായരും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, പിള്ളയും കൂടെയുണ്ട്. അതെന്താ ഭാമയെ അങ്ങനെ ഒരു ചോദ്യം, അവൻ ചെറുപ്പക്കാരനല്ലേ, അവന് പല സ്ഥലത്തും പോകേണ്ട കാര്യങ്ങളും ഒക്കെ കാണില്ലേ, പിന്നെ നീ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ, അവൻ്റേതായ സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും.
ചോദിക്കുമ്പോൾ പിന്നെ സത്യഭാമയാണെങ്കിൽ വിടാൻ ഭാവമില്ല. ഭാമ പറയുന്നുണ്ട്, അതെ രാഘവേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ രാഘവേട്ടൻ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെയുള്ളവരടുത്തായിട്ട് ഞാൻ ബന്ധവും കൂടിയിട്ടില്ല. അതായത് രാഘവേട്ടന് ഇഷ്ടമില്ലാത്തവരായിട്ട് എനിക്ക് സഹകരണം വേണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാനിരുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സ്വാർത്ഥതയാണെന്ന് ഇങ്ങനെ രാഘവൻ നായർ പറയുമ്പോഴാണ് ഭാമ എങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്കും എൻ്റെ മകനോട് അത് ചോദിക്കാനുള്ള അവകാശമില്ല, അതിൻ്റെ സ്വാർത്ഥതയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് കാര്യം മനസ്സിലാവുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഓ അമ്മ എന്നോട് ഈ ചാടിത്തുള്ളുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി, ഞാൻ ശാലിനിയുടെ അടുത്തേക്ക് പോയതിനെ കുറിച്ചല്ലേ ഈ ചോദ്യം ചെയ്യുന്നതെന്ന്. അന്നേരമാണ് രാഘവൻ നായർക്ക് സംഭവം മനസ്സിലാകുന്നത്. അന്നേരം അമ്മയൊന്ന് മനസ്സിലാക്കണം, ശാലിനി എൻ്റെ ഭാര്യയാണ്, അവൾ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പോയി, ഞാനല്ലാതെ പിന്നെ ആരാണ് പോകാനുള്ളത്? അതും അവൾ ഹോസ്പിറ്റലിൽ കിടന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് കുത്തുകൊണ്ടത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, എന്നെ ആവശ്യമില്ല, എൻ്റെ പണം ആവശ്യമില്ല, ഞാൻ കൊണ്ടുവരുന്ന ഒന്നും ഇവിടെ ആവശ്യമില്ല, എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല, പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു, അമ്മയ്ക്ക് എല്ലാവരുടെയും ചൊൽപ്പടി നിൽക്കണം, എല്ലാവരുടെയും അധികാരത്തിൽ നിർത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ശരിവയ്ക്കുകയാണ്. അവൻ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങളാണ്, അവൻ്റെ ചോദ്യത്തിന് നീ മറുപടി കൊടുക്കുക, അവനെ ഒന്നും ഇതുവരെ ചെയ്യാൻ സമ്മതിക്കാതിരുന്നത് നീ തന്നെയാണ്, നീ പറഞ്ഞനുസരിക്കുന്നവനെ പോലെ അവൻ എപ്പോഴും നിൽക്കണം, അത് നമ്മളോടുള്ള കടമ പോലും അവനെ ചെയ്യാതാക്കിയത് നിൻ്റെ ഈ അഹംഭാവവും കടുംപിടുത്തവും ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അങ്ങോട്ട് മാറി വിഷ്ണു ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ഭാമ ദേഷ്യപ്പെടുകയാണ്. ഓ അപ്പോൾ എല്ലാം എൻ്റെ കുറ്റം, ഈ രാഘവേട്ടൻ അപ്പോഴും മരുമകളെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിലും മിണ്ടുന്നില്ല. അന്നേരം അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവൾ കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അവൾ ചോദിച്ച് വാങ്ങിച്ചത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മയെന്നിങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട്. അന്നേരം അവൾ എന്ന് എൻ്റെ കുടുംബത്ത് വന്നു കയറിയതോ അന്ന് എൻ്റെ കുടുംബം തകർന്നതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ വിളിക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ വീണ്ടും അങ്ങ് തുടങ്ങുക തന്നെയാണ്, ശാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അന്നേരം അവൾ ഒരു അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ടല്ലേ നടക്കുന്നത്, പക്ഷേ ആ കൊച്ചിൻ്റെ തന്തയാകാനുള്ള നിൻ്റെ വെപ്രാളം കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ, അതിൻ്റെ ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് നിന്നോടെങ്കിലും അവളന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യം വരികയാണ്. പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. അവസാനം വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ സത്യങ്ങളെല്ലാം ഒരു ദിവസം അമ്മ സത്യങ്ങളെല്ലാം അറിയും, പക്ഷെ അന്നാണെങ്കിൽ അമ്മ ഈ പറഞ്ഞതിനൊക്കെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടും, ഒരുപാട് വിഷമിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിൻ്റെ ആ ഒരു സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് എന്തോ സത്യം അറിയാമെന്നുള്ളത് രാഘവൻ നായർക്ക് അവിടെ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെയൊക്കെ കാര്യത്തിൽ. പക്ഷേ സത്യഭാമ അന്നേരവും അഹങ്കാരത്തോടു കൂടി നിന്ന് ആ ശാലിനിയുടെ ഒരു എന്നെയും എൻ്റെ വിഷ്ണുവിനെ എൻ്റെ മകനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയത് അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് വിഷ്ണു അവസാനം ഈ ഒരു വാചകം പറയുന്നത്. അന്നേരം രാഘവൻ നായർ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി പിറ്റേന്നായിരിക്കാം ഇനിയിപ്പോൾ വിഷ്ണു പിന്നെ ശാരദാമ്മയും ശാലിനിയും കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നതും ഈ ഒരു ലോണിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അന്നേരം ഔദാര്യമൊന്നും ആവശ്യമില്ല എന്നവിടെ ഭാമ പറയുമെങ്കിലും അത് സ്വീകരിക്കുമായിരിക്കും. പിന്നീടായിരിക്കും ഭാമ അറിയുന്നത് ശാരദാമ്മയുടെ സഹായം കൊണ്ടാണ് നടന്നത് എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോഴും ഭാമ എങ്ങനെ സത്യങ്ങൾ അറിയും എന്നുള്ളത് അത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.